നിങ്ങൾ തൃശ്ശൂർ വരുമ്പോഴേ നല്ല തൂശനിലയിൽ തുമ്പപ്പൂ പോലെയുള്ള ചോറും ഒരുപാട് കറികളൊക്കെ ആയിട്ട് ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ഊണ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ കഴിക്കുന്നത് സാമ്പാർ ഒഴിച്ചിട്ടായിരിക്കും. സാമ്പാറിൻ്റെ ടേസ്റ്റ് ഓക്കെയാണ്, പിന്നെ എല്ലാം ഓക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ ഇത്തിരി പരിപ്പും ഇച്ചിരി കറികളൊക്കെ കൂട്ടി വീണ്ടും കഴിക്കുകയാണ്. ഈ എല്ലാ കറികളും ആ ഒരു ഓർഡറിലൊന്നും ഞാൻ കഴിക്കാറൊന്നുമില്ല. പക്ഷെ എല്ലാം ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമായ മാത്രമേ കൂട്ടി കഴിക്കുള്ളൂ. ഈ പപ്പടമൊക്കെ ഇങ്ങനെ പൊടിച്ച് വീണ്ടും കുറച്ച് അച്ചാറും ഇഞ്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് ഒന്നുകൂടെ കഴിക്കുകയാണ് കേട്ടോ. ഓരോന്നോരോന്നെടുത്ത് കഴിക്കാനുള്ള അത്രയും കറികളുണ്ടെന്നേ. മാങ്ങച്ചാറാണ്, അതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, ഉഫ്, വായലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇതാ ഈ കറി കണ്ടോ, ഞാൻ രണ്ടാമത് മേടിച്ചാണ്. ഇതെന്താ വെച്ചാൽ പഴുത്ത മാങ്ങയും പൈനാപ്പിളും കൂടിയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചോറിൽ കൂട്ടാതെ ഇങ്ങനെ തനിയെ കഴിക്കായിരുന്നു, കാരണം അത്ര ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതാ ഈ മുളകിൻ്റെ ഒരു സൗണ്ട് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണക്കമുളകൊക്കെ കൂട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ കഴിച്ച് എനിക്ക് ഇത്രയും ചോറുണ്ട് എൻ്റെ വയറ് ഫുള്ളാവും. ഇതാണ് എൻ്റെ ഒരു കണക്ക്. അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് കൈ കഴുകി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. കൈ കഴുകി ഒന്ന് വരട്ടെ. ഇതാണ് ആ കാര്യം, ബാക്കി വെച്ചിരുന്ന് പായസം കുടിക്കുകയാണ്. എനിക്ക് പായസം ഈ ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല. ശീലിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ എനിക്കറിയാം. നല്ല പാലടയാണ്, അതിൻ്റെ കളറുണ്ട്, നല്ല ലൈറ്റ് പിങ്കായിട്ട് കുറുകിയ പാലട, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇനി പായസം കുടിച്ച് മത്തായത് പോകണമല്ലോ, അപ്പോൾ എന്തായാലും നമ്മൾ മോര് കുടിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ മോര് കൂടി കുടിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് ഒരു ശീലമാണ് എൻ്റെ. ആദ്യം പായസം കുടിക്കുക, പിന്നെ മോര് കുടിക്കുക, അത് കഴിഞ്ഞ് രസം കുടിക്കുക. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു രസം കഴിക്കുന്നത് കേട്ടോ. നല്ല കുരുമുളകിൻ്റെ ഒരു കുത്തും, ഒരു പഴയ തറവാട്ടിൽ നല്ലൊരു കല്യാണ സദ്യ കഴിച്ചൊരു ഫീലായിരുന്നു കേട്ടോ. തൃശ്ശൂർ ടൗണിനകത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവർക്ക് ഇവിടെ കുറേ കണവണ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാർ, ചമ്മന്തിപ്പൊടി, അങ്ങനെയൊക്കെ ആയിട്ട് പായസമൊക്കെ പാഴ്സൽ മേടിക്കാൻ കിട്ടും. സ്പോട്ട് പറഞ്ഞില്ലല്ലോ, കുറുപ്പൻ റോഡിലുള്ള പിഷാരഡീസാണ്.